اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഈ പവിത്രമായ ദിവസത്ത് നമ്മെല്ലാം ഒരുമിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും കുറ്റങ്ങളും പടച്ചവൻ നമുക്കെല്ലാം മാപ്പാക്കി തരട്ടെ. ജീവിതാന്ത്യം വരെ കാമിലായ ഈമാനോടെ ജീവിച്ച് കലിമത്തു തൗഹീദ് ചൊല്ലി ലോകത്തോട് വിട പറയാൻ പടച്ചവൻ നമുക്കെല്ലാം സൗഭാഗ്യം നസീബാക്കട്ടെ. ലോകത്താകമാനം മുഴുവൻ മനുഷ്യരിലും വിശിഷ്യ ഇസ്ലാമിന്റെ പേരിൽ ആക്രമണങ്ങൾക്ക് വംശീയ ഉന്മൂലനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അള്ളാഹു സമാധാനവും വിജയവും പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ലോകചരിത്രത്തിൽ സത്യത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട ഏതൊരു ജനതയ്ക്കും അവരുടെ ജീവിതത്തിൽ സ്വന്തം നാട് വിടേണ്ടി വന്നിട്ടുണ്ട്, പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ലോകചരിത്രത്തിൽ വിജയം കൈവരിച്ചവർ, പരീക്ഷണങ്ങളിൽ വിജയിച്ചവർ ഒക്കെയും അവരുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അവരുടെ നാടും അവരുടെ വീടും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വന്നവരാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് ഇറാഖിലെ ബാബിലോൺ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ആ ഇറാഖിനോട് വിട പറഞ്ഞ് ഫലസ്തീനിൽ എത്തേണ്ടി വന്നു. പിന്നെ ഫലസ്തീനിൽ നിന്ന് വീണ്ടും മക്കയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്, ഹിജറ ചെയ്യുന്നുണ്ട്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് മിസ്റിലാണെങ്കിലും അവിടെ നിന്ന് നാട് വിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ഹബീബ്, ലോകത്തിന്റെ നായകൻ, വിശുദ്ധിന്റെ വസന്തം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങളും അവിടുത്തെ ജന്മനാടായ വിശുദ്ധ മക്കയോട് വിട പറഞ്ഞിട്ട് ഒരു വേള മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇവരുടെയൊക്കെ ജീവിതത്തിന്റെ അവസാനം ആ ഹിജ്റയുടെ ഫലം വിജയമായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇതുപോലെ അല്ലാഹു തആല എല്ലാ വിശ്വാസികളോടും പറയുന്നു, നിങ്ങളുടെ ജനിച്ച നാട്ടിൽ, നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആ നാട് വിടേണ്ടി വന്നാൽ നിങ്ങളുടെ വിശ്വാസത്തെ അല്ല നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത്, നിങ്ങളുടെ നാടിനെയാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂചിപ്പിക്കുന്നതാണ്. ഖുൽ യാ ഇബാദിയല്ലദീന ആമനു തഖൂ റബ്ബക്കും, എന്നെ കൊണ്ട് വിശ്വസിച്ച എന്റെ അടിമകളെ, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിച്ചു ജീവിക്കണം, അള്ളാഹുവിനോട് തഖ്വ ചെയ്യണം. അതിന് നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, അതിന് നിങ്ങൾ പരിഗണിക്കാതെ ഏതവസ്ഥയിലും നിങ്ങൾ അള്ളാഹുവിനെ തഖ്വയോടെ ജീവിക്കണം, നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കണം. ലില്ലദീന ഹസനു ഫീ ഹാദിഹി ദുനിയ ഹസന, ഈ ദുനിയാവിൽ വെച്ച് നന്മ ചെയ്യുന്നവർ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവർ ഈമാനിനെ നഷ്ടപ്പെടുത്താതെ ഏത് സാഹചര്യത്തിലും അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ അചഞ്ചലമായി നിലകൊള്ളുന്നവർ, അവർക്ക് നിശ്ചയം നന്മയുണ്ട്. വഅർളുല്ലാഹി വാസിഅ, അല്ലാഹുവിന്റെ ഭൂമി എത്രയോ വിശാലമാണ്. ഒരു നാട്ടിൽ, നിങ്ങൾ ജനിച്ച നാട്ടിൽ നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല, അവിടെ നിങ്ങൾക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ തടസ്സങ്ങളുണ്ട്, അവിടെ നിങ്ങൾക്ക് എതിരാളികൾ പെരുകി വരികയാണ്, അവിടെ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നാട് വിട്ടു പോകണം. എന്നാൽ ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്,
അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നവർ ചിലപ്പോൾ നാട് വിടേണ്ടി വരും ഈമാനിന് വേണ്ടി, ചിലപ്പോൾ കുടുംബത്തെ ഉപേക്ഷിക്കേണ്ടി വരും ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി, ചിലപ്പോൾ അവരുടെ ജീവിതം മുഴുവനും സമ്പാദിച്ച സമ്പാദ്യങ്ങളെ ഒരു വേള കൈവിടേണ്ടി വരും ഈമാനിന് വേണ്ടി. അതിന്റെ പേരിലൊക്കെ ക്ഷമിച്ചാൽ അവരെ കാത്തിരിക്കുന്ന പ്രതിഫലം കണക്കില്ലാത്ത പ്രതിഫലമാണ്. അവർക്കല്ല ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലം കണക്കില്ലാത്ത പ്രതിഫലമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഹിജറ ചെയ്യേണ്ടി വന്നാൽ ഹിജറ പോകണം. ഈ ആയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ മക്കയിൽ ജനിച്ച ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പ്രമാണിയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മക്കയിലെ വില്ലാളി വീരനായിരുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മക്കയിലെ ഏറ്റവും അറിയപ്പെട്ട സമ്പന്നനും വ്യവസായിയുമായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെയും സ്വന്തം നാടിനോട് വിട പറഞ്ഞു. അവരൊക്കെയും പലായനം ചെയ്തു, അവരൊക്കെയും ഹിജറ ചെയ്തു. എന്തിനു വേണ്ടി? അവരുടെ ദീനിനെ സംരക്ഷിക്കാൻ. കുടുംബത്തെ വിട്ടുപോയി, അവരുടെ എല്ലാം ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളും അവർ വിട്ടിട്ട് പോയി. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? ഉഹുദിന്റെ രണാങ്കണത്തിൽ ഷഹീദാകുമ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് പൊതിയാൻ, കഫം പൊതിയാൻ തുണി തികയുന്നില്ല. തല മറച്ചാൽ കാല് വെളുവാകും, കാല് മറച്ചാൽ തല വെളുവാകും. ആരായിരുന്നു ഒരു കാലത്ത് മുസ്അബ് ഇബ്നു ഉമൈർ? മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നൻ, മക്കയിലെ ഏറ്റവും വില കൂടിയ സുഗന്ധം പൂശുന്ന ആളാണ് മുസ്അബ് ഇബ്നു ഉമൈർ. മക്കയിലെ ഏറ്റവും വലിയ മണിമാളികയിൽ ജീവിച്ചിരുന്ന ആളാണ് മുസ്അബ് ഇബ്നു ഉമൈർ. മക്കയിലെ എത്രയോ തരുണി മണികളായ സുന്ദരികളായ പെൺകുട്ടികൾ ആഗ്രഹിച്ചിരുന്ന ആളാണ് മുസ്അബ് ഇബ്നു ഉമൈർ. പിന്നെന്തുകൊണ്ടാണ് സ്വന്തം ശരീരത്തിൽ മയ്യിത്ത് പുതിയാൻ തുണി തികയാതെ വന്ന അവസ്ഥയിലേക്ക് എത്തിയത്? ഹിജറയാണ്. പരിശുദ്ധമായ ദീനിന് വേണ്ടി സ്വന്തം നാടിനെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വന്നു. അങ്ങനെയുള്ള ലോക ചരിത്രത്തിൽ എല്ലാ വിജയത്തിന്റെ പിന്നിലും ഒരു ഹിജറ, ഒരു പലായനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കൾക്കും ഹിജറ ചെയ്യുമ്പോൾ അവരെ സ്വീകരിക്കാൻ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു, മദീനക്കാർ, അൻസാറുകൾ. അവർ എത്ര സുന്ദരമായ നിലയിലാണ് മക്കക്കാരെ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിലെ വളർച്ചയുടെ വിജയത്തിന്റെ നാഴികക്കല്ലായി ഹിജറ അറിയപ്പെടുന്നത്. മക്കക്കാർ ഇസ്ലാമിനെ പുറന്തള്ളിയപ്പോൾ, മക്കക്കാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബാക്കളെയും മാറ്റി ഓടിച്ചപ്പോൾ അവരെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ മദീനക്കാരുണ്ടായിരുന്നു. ഖുർആൻ അവർക്ക് പേരിട്ട് അൻസാറുകൾ, ദീനിന്റെ സഹായികൾ. എന്നിട്ടോ അവരെ കുറിച്ച് ഖുർആൻ പുകഴ്ത്തിയത് എങ്ങനെ? വല്ലദീന തബവ്വഉദ്ദാറ والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. അൻസാരികളുടെ മദ്ഹാണത്. മദീനക്കാരെ കുറിച്ച് ഖുർആൻ പ്രശംസിച്ച വചനങ്ങളാണ്. എത്ര മനോഹരം! മക്കക്കാര് സ്വന്തം നാട് വിട്ടുപോയപ്പോൾ മക്കയിൽ നിന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടരും മദീനയിലേക്ക് എത്തുമ്പോൾ ആ മദീനക്കാര് ചെയ്തതെന്താ? വല്ലദീന തബവ്വഉദ്ദാർ, ആ മക്കയിൽ നിന്ന് വന്ന അവരുടെ അതിഥികൾക്ക് വേണ്ടി അവർ വീട് ഒരുക്കി കൊടുത്തു. ആദ്യം ഖുർആനിൽ ആദ്യം സാധാരണ പറയുക ഈമാനാണ്, പിന്നെയാണ് അമലി സ്വാലിഹാത്ത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ആദ്യം വിശ്വാസത്തെ പറയും, പിന്നെയാണ് സൽക്കർമ്മങ്ങളെ പറയുക. പക്ഷെ ഇവിടെ ഖുർആനിന്റെ ഒരു ശൈലി ഒന്ന് മാറ്റി അല്ലാഹു തആല. ആദ്യം അല്ലാഹു തആല പറഞ്ഞത് ഒരു നന്മയെ കുറിച്ചാണ്, പിന്നെയാണ് ഈമാനിനെ കുറിച്ച് പറഞ്ഞതല്ലേ? വല്ലദീന തബവ്വഉദ്ദാർ, വീടൊരുക്കിയവർ. ആർക്ക് വേണ്ടി വീടൊരുക്കി? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീടൊരുക്കി. മക്കയിൽ നിന്ന് വീട് വിട്ട് സമ്പത്തെല്ലാം കളഞ്ഞിട്ട് കുടുംബത്തെ വിട്ടിട്ട് ദിവസങ്ങൾ നീണ്ട യാത്ര കഴിഞ്ഞ് മദീനയിലെത്തുന്ന മുത്തുനബിക്ക് നല്ല നിലയിൽ വിശ്രമിക്കാൻ വീടൊരുക്കി കൊടുത്തവർ മദീനക്കാർ. മക്കയിലുള്ള എല്ലാവർക്കും വേണ്ടിയും വീടൊരുക്കി കൊടുത്തു. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന,
പിന്നെയാണ് അവർക്ക് വിശ്വാസം. ആദ്യം അവർ അവരുടെ അതിഥികളെ സ്വീകരിച്ചിരുത്തി, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു, സൽക്കരിച്ചു, വിരുന്നൊരുക്കി. വൽ ഈമാൻ, പിന്നെയാണ് വിശ്വാസം. അവർ അവരുടെ അതിഥികൾക്ക് വേണ്ടി മദീനയിലേക്ക് എത്തിയ ആ മുഹാജിറുകൾക്ക് വേണ്ടി കൊടുക്കുന്നതിൽ അവർക്കൊരു വിഷമവും ഉണ്ടായിട്ടില്ല എന്നല്ല ഖുർആൻ അതിനെ പറഞ്ഞത്. അൻസാറുകളുടെ ആ ദാനധർമ്മത്തെ, അൻസാറുകളുടെ മനോഭാവത്തെ ഖുർആൻ പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ചു നോക്കി പ്രിയമുള്ളവരെ. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് പലായനം ചെയ്തെത്തുന്ന അഭയാർത്ഥികളെ അവർ അങ്ങേയറ്റം സ്നേഹിച്ചു ചേർത്ത് പിടിച്ചു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഉതു, അവർക്ക് കൊടുത്തതിൽ അവർക്കൊരു വിഷമവും ഉണ്ടായിട്ടില്ല എന്നല്ല. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർ പട്ടിണിയാണെങ്കിലും അവർ ഇല്ലായ്മക്കാരാണെങ്കിലും അവർ അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, മക്കയിൽ നിന്ന് വന്നവർക്ക് വേണ്ടി എല്ലാം ഒരുക്കി കൊടുത്തവരാണവർ, എല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തവരാണവർ. പറഞ്ഞു വന്നത്, മക്കയിൽ നിന്ന് മദീനയിലെത്തുന്ന മുഹാജിറുകളെ സ്വീകരിക്കാൻ, അവരെ സഹായിക്കാൻ അൻസാറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നാലോചിച്ച് നോക്കിയും പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഒരു പലായനം നടക്കുന്നുണ്ട്. ഇന്നും ഇന്നലകളിലും ഒരു ഹിജറ നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടില്ലേ, ഗസയുടെ തെരുവിലൂടെ പഴകിയ കീറിപ്പോയ പായകളും ബെഡ്ഷീറ്റുകളും പുതപ്പുകളും വാരിക്കെട്ടി ഓട്ടിക്കാൻ എണ്ണയില്ലാത്തതിന്റെ പേരിൽ വണ്ടികൾ ഉന്തി തള്ളിക്കൊണ്ട് പോകുന്ന ഗസയിലെ മക്കളെ കാഴ്ച നമ്മൾ കാണുന്നുണ്ടല്ലോ. അതും ഒരു ഹിജറയാണ്, അതും ഒരു പലായനമാണ്. എവിടേക്കെന്നില്ലാതെ പോവുകയാണ്. എന്നാൽ മദീനയിലേക്ക് പോയ മുഹാജിറുകളും ഇന്ന് ഗസ വിട്ട് പലായനം ചെയ്യുന്ന ഗസയിലെ പൊന്നുമക്കളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയുമോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്ക വിട്ടുപോയ മുഹാജിറുകളെ സ്വീകരിക്കാൻ അൻസാറുകൾ ഉണ്ടായിരുന്നു. അവർക്ക് അഭയം കൊടുക്കാൻ മദീനക്കാരുണ്ടായിരുന്നു, അവർക്ക് വീടൊരുക്കാൻ മദീനക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഗസ വിട്ടുപോകുന്ന, ഫലസ്തീൻ വിട്ടുപോകുന്ന പാവപ്പെട്ട അഭയാർത്ഥികളെ സ്വീകരിക്കാൻ അൻസാറുകളില്ല, അവരെ വരവേൽക്കാൻ മദീനക്കാരില്ല, അവരെ ഒന്ന് അഭയം കൊടുത്ത് ചേർത്ത് പിടിക്കാൻ മനുഷ്യത്വമില്ലാത്തവരായി പോയി എന്ന് ലോകത്ത് ജീവിക്കുന്നവർ. അവർക്ക് വേണ്ടി വീട് തുറക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി റോഡുകൾ അടയ്ക്കുകയാണ്, അവരെ സ്വീകരിക്കുന്നതിന് പകരം അവരെ തള്ളിക്കളയുകയാണ്. ഈ ഒരു കാഴ്ചയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുക. അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിന് മാനുഷിക ബോധം കൊടുക്കുമാറാവട്ടെ, മാനവികത ബോധം കൊടുക്കുമാറാകട്ടെ, കാരുണ്യത്തിന്റെ മനസ്സ് അല്ലാഹു തആല ലോകത്തുള്ള എല്ലാ ഭരണാധികാരികൾക്കും കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെയും മുസ്ലിമീങ്ങൾ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥന കൊണ്ടും നമുക്ക് അവരോടുള്ള എല്ലാ ഐക്യദാർഢ്യം കൊണ്ടും ചേർന്ന് നിൽക്കാൻ കഴിയണം. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും അതിന് കഴിയണം. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്തോ നമുക്ക് രോഗം ബാധിച്ചു പോയി. മാനസികമായ രോഗം ബാധിച്ചതിന്റെ പേരിലല്ലേ ഫലസ്തീൻ മക്കളെ ചേർത്ത് പിടിക്കാൻ ലോകത്തിന് കഴിയാതെ പോയത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല? ആലോചിക്കേണ്ട കാര്യമാണ്. ലോകത്ത് ആകെയുള്ളത് 1,60,00,000 ജൂതന്മാരാണ്. ഇസ്രായേൽ മാത്രമല്ല, ലോകത്ത് മുഴുവനുള്ളത് 1,60,00,000 ജൂതന്മാർ. എന്നാൽ ലോകത്ത് മുഴുവനുമുള്ള മുസ്ലിമീങ്ങൾ എത്രയാണ്? ലോകത്ത് മുഴുവനുള്ള മുസ്ലിമീങ്ങൾ എത്രയാണ്? 200 കോടിയാണ്. ഇസ്രായേലേക്കാൾ, ജൂതന്മാരെക്കാൾ എത്ര ഇരട്ടി കൂടുതലുണ്ട്? 200 കോടി മുസ്ലിമീങ്ങൾക്ക് ഈ വരുന്ന 1,60,00,000 ജൂതന്മാരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ മക്കയെ വിട്ടുകൊണ്ട് പോകേണ്ടി വന്നെങ്കിൽ മക്കയിൽ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് നബിതങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളെയും പുറന്തള്ളാൻ കാത്തു നിന്നവരായിരുന്നത്. എന്നാൽ ഇന്നാണെങ്കിലോ മുസ്ലിം പേരുള്ള എത്ര ആളുകളാണ്? 200 കോടി മനുഷ്യരാണ് മുസ്ലിം നാമധാരികള്. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ശത്രുവിനൊന്നും നേരിടാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനക്കാര് അവർ ഇസ്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ.
അവർ ഈമാൻ ഹൃദയത്തിൽ രൂഢമൂലമാകുന്നേ ഉള്ളൂ. എന്നാൽ അവർക്ക് ഇസ്ലാമിന്റെ വലിയ പാരമ്പര്യമില്ല, വിശ്വാസത്തിന്റെ വലിയ പാരമ്പര്യമില്ല. പക്ഷെ അവരുടെ ഈമാൻ ശക്തമായിരുന്നു. അവർക്ക് ദുനിയാവിനോടുള്ള പ്രേമമല്ല, അവർക്ക് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രേമമായിരുന്നു. അവർക്ക് ദുനിയാവിന്റെ വിഭവങ്ങളോടുള്ള ആർത്തിയല്ല, അവർക്ക് ഈമാനിനോടുള്ള ആർത്തിയായിരുന്നു. അതിന്റെ പേരിലാണ് അവർ അവരുടെ മുഹാജിറുകൾക്ക് വേണ്ടി എല്ലാം പങ്കുവെച്ചത്. ഉള്ളതിന്റെ ചില്ലറയല്ല. മദീനക്കാര് മക്കക്കാര് സ്വീകരിച്ചതിന്റെ മനോഹരമായ കാഴ്ച പ്രിയമുള്ളവരെ നമുക്ക് കാണണം. ഇസ്ലാമിന്റെ സാഹോദര്യം എന്തെന്ന് ആ ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കണം. ആ സാഹോദര്യം നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകണം. നമ്മളൊക്കെ സ്വാർത്ഥരായി പോകുന്ന ഒരു ഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്? ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ കുടുംബവും. അത് കഴിഞ്ഞ് ദുനിയാവിൽ എന്ത് നടന്നാലും എനിക്ക് പ്രശ്നമില്ല. എന്റെ ജീവിതം സുഖകരമാകണം, എന്റെ ജീവിതം സന്തോഷകരമാകണം. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നെഞ്ചിരിഞ്ഞ് നിൽക്കണം. പിന്നെ നാട്ടില് കുടുംബത്തില് ഇവിടെ എന്ത് നടന്നാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അത് മുസ്ലിമിന്റെ പാരമ്പര്യമല്ല. മുസ്ലിം പാരമ്പര്യം പങ്കുവെക്കുന്നതിന്റെ പാരമ്പര്യമാണ്. മുസ്ലിമിന്റെ പാരമ്പര്യം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നതിന്റെ പാരമ്പര്യമാണ്. ഇസ്ലാമിന്റെ പാരമ്പര്യം തനിക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ മനസ്സുള്ള പാരമ്പര്യമാണ്. മക്കക്കാര് മദീനയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഇടയിൽ സ്ഥാപിച്ച ഒരു സാഹോദര്യ ബന്ധമുണ്ട്. ആ സാഹോദര്യ ബന്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ സാഹോദര്യ ബന്ധത്തിലൂടെ എന്താണ് നടന്നത്? മദീനക്കാരായ അൻസാറുകൾ അവർക്ക് എന്തൊക്കെ സ്വത്തുക്കളുണ്ടോ അതിന്റെ ഒരു വിഹിതമല്ല, അതിന്റെ നേർ പകുതി മദീനക്കാര് മക്കക്കാർക്ക് കൊടുക്കണം. തയ്യാറായവർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നവരോട് വാക്ക് പറഞ്ഞതേയുള്ളൂ, മുഴുവനും കൊടുക്കാൻ തയ്യാറായി. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിച്ചപ്പോൾ വലിയ സമ്പന്നനായിരുന്നു. ഉള്ളതെല്ലാം നാട്ടിൽ വിട്ടിട്ട് അദ്ദേഹം വെറും കൈയോടെ മദീനയിലെത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയുന്ന മുഹാജിറിനെ, അഭയാർത്ഥിയെ പിടിച്ചു കൊടുത്തത് മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്കാണ്. സഅദ് റളിയല്ലാഹു തആല അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല കൈപിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: യാ സഅദ് ഇന്നി അക്സറു മാലൻ ഫിൽ അൻസാർ. സഅദേ, നിനക്ക് സന്തോഷിക്കാം, മറ്റൊന്നുമല്ല, ഈ മദീനയിൽ ഈ നാട്ടിലെ അൻസാറുകളിൽ ഏറ്റവും വലിയ സമ്പന്നൻ ഞാനാണ്. പറയാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഒന്നുമില്ല സഅദേ എനിക്ക് തരാൻ, അല്ലെ? സാധാരണ വലിയ വലിയ സമ്പന്നന്മാരുടെ മുമ്പിൽ ദീനിന്റെ കാര്യമായിട്ട്, പള്ളിയുടെ കാര്യമായിട്ട്, നല്ല കാര്യമായിട്ടൊക്കെ ചെല്ലുമ്പോ പറയുന്ന ഒരു വാക്കുണ്ട്: ഇപ്പൊ ഇത് ടൈറ്റാണ് സാർ, ഇപ്പൊ ഇത് ടൈറ്റാണെന്ന് പറയും. ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇല്ലാത്തതിന്റെ പേരിലല്ല, അവർ ആഗ്രഹിച്ചത് തികഞ്ഞിട്ടില്ല അവർക്ക്. അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ കൈ പിടിച്ചു കൊണ്ടുപോയി മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനായ സഅദ് ബിൻ അബി വഖാസ് പറയാണ്: അബ്ദുറഹ്മാനെ, നിനക്ക് സന്തോഷിക്കാം, അല്ലാഹ് അറിഞ്ഞാണ് നബി തങ്ങൾ നിന്നെ എന്റെ കൈ പിടിച്ചു തന്നത്. എന്തെന്നറിയുമോ? ഇന്നി അക്സറു മാലൻ ഫിൽ അൻസാർ, മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഞാനാ. അതുകൊണ്ട് എനിക്കുള്ള എസ്റ്റേറ്റുകളുണ്ട്, ഈത്തപ്പന തോട്ടങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് കുതിരകളും ഒട്ടകങ്ങളും ആടുമാടുകളും ഉണ്ട്. അതിന്റെ എല്ലാം നേർ പകുതി ഞാനിതാ നിനക്ക് തന്നിരിക്കുന്നു. എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ നിനക്ക്, പകുതി മുഴുവനും നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. കുടുംബ ബന്ധമില്ല, സഹോദര ബന്ധമല്ല, വേറൊരു നാടിന്റെ ബന്ധമല്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എവിടത്തുകാരനാ? മക്കക്കാരനാണ്. 450 കിലോമീറ്റർ അപ്പുറത്തുള്ള മദീനയിൽ ആദ്യമായി ചെല്ലുന്നയാളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെയും സഅദ് ബിൻ അബി വഖാസിനെയും തമ്മിൽ നബി തങ്ങൾ ചേർത്ത് കൊടുത്ത ഈ ബന്ധം ഏത് ബന്ധമാണ്? ഏത് സാഹോദര്യമാണ്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, സത്യവിശ്വാസികൾ സഹോദരങ്ങൾ എന്നുള്ള ബന്ധമാണ്. അങ്ങനെ എന്റെ സമ്പത്തിന്റെ നേർപകുതിയെല്ലാം സഅദ്, അബ്ദുറഹ്മാനെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. മാത്രമല്ല, വലിയ ഇംറഅത്താൻ, എനിക്ക് 2 ഇണകളുണ്ട്, എനിക്ക് 2 ഭാര്യകളുണ്ട്. ഫൻദുർ അജബഹുമാ ഇലൈക്, ആ 2 ഭാര്യമാരിൽ നിനക്ക് ഇഷ്ടപ്പെട്ടത് ആരെയെന്ന് നീ എന്നോട് പറയാം. നീ നോക്കേ, എന്റെ ഭാര്യമാര് 2 പേരെയും, അതിൽ നിനക്ക് ഇഷ്ടപ്പെട്ടത് ആരാണോ ഫസമ്മിഹാലി, അവരെ എന്നോട് നീ പറ. ഉതല്ലിഖുഹാ, ഞാൻ അവളെ ത്വലാഖ് ചൊല്ലിയിട്ട് സഹോദരാ, ഞാൻ അവളെ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു. ഇതാണ് പങ്കുവെക്കല്.
ഇതാണ് ചേർത്ത് പിടിക്കല്. പ്രിയമുള്ളവരെ, ഈ ഒരു സഹാബത്തിന്റെ മനോഭാവം, ഈ അൻസാറുകളുടെ മനോഭാവം ഇന്ന് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തിന്, ഏതെങ്കിലും ഒരു രാജ്യത്തലവനുണ്ടെങ്കിൽ അസ്സയുടെ മക്കൾ ഇന്ന് അലയേണ്ടി വരുമോ? അസ്സയുടെ മക്കൾക്ക് കിടക്കാൻ വീടില്ലാതെ അലയേണ്ടി വരുമോ? അസ്സയുടെ മക്കൾക്ക് ഭക്ഷണമില്ലാതെ വിശന്ന് മരിക്കേണ്ടി വരുമോ? അസ്സയുടെ മക്കൾക്ക് പോഷകാഹാരക്കുറവ് മൂലം മരിക്കേണ്ടി വരുമോ? അൻസാറുകളില്ല, ഇന്ന് ഹിജറയുണ്ട്, ഇന്ന് മുഹാജിറുകളുണ്ട്, പക്ഷെ ഇന്ന് മദീനയില്ല, ഇന്ന് അൻസാറുകളില്ല. അതുകൊണ്ടല്ലേ നമ്മളുടെ മുമ്പിൽ ഈ ഹസ്സയുടെ മക്കളെ പിടഞ്ഞു മരിക്കുന്നത്? ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് മനസ്സാക്ഷി ഉണ്ടാകട്ടെ. നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. നമ്മൾ ഓരോരുത്തരും നാളെ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തഴമ്പുണ്ടായിട്ട് മാത്രം കാര്യമില്ല. അൻസാറുകളെ പഠിക്കണം. അതെ, ജീവിതത്തിലുള്ളതിന്റെ എല്ലാ പകുതി മുഹാജിറുകൾക്ക് വേണ്ടി മാറ്റി വെച്ചു കൊടുത്തെങ്കിൽ അവിടെയല്ലേ പ്രവാചക സ്നേഹം. നമ്മൾ എത്രയോ ആഴ്ചകൾ പറഞ്ഞു, റബീഉൽ അവ്വൽ നമ്മളോട് വിട പറഞ്ഞു പോയി. പ്രവാചകരെ സ്നേഹിച്ചത് എങ്ങനെയാണ് സഹാബാക്കൾ? മദീനക്കാര് പ്രവാചകരെ സ്നേഹിച്ചത് എങ്ങനെയാ? മദീനയിൽ കാലുകുത്തിയ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരും വഴിയിൽ നിന്ന് കാത്തു നിന്നിട്ട് ത്വലഅൽ ബദ്റുപാട് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു. നബിയെ, എന്റെ വീട്ടിൽ താമസിക്കണം. നബിയെ, എന്റെ വീട്ടിൽ ഒന്നിറങ്ങണം. നബിയെ, എന്റെ ഒരു തുള്ളി വെള്ളം അങ്ങ് കുടിക്കണോ? എന്താണത്? അൻസാറുകളുടെ സ്വഭാവം. അവരെയാണ് ഖുർആൻ പുകഴ്ത്തിയത്. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാൻ. മുഹാജിറുകൾക്ക് വേണ്ടി വീടൊരുക്കിയ സത്യവിശ്വാസികൾ. അല്ലാഹു തആല അവരോടൊപ്പം നമ്മളെ സ്വർഗത്തിൽ ചേർക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത്, ഇന്ന് ജീവിക്കുന്ന മനുഷ്യർ, നമ്മൾ മുസ്ലിമീങ്ങൾ, നമ്മളുടെ മുമ്പിലും മുഹാജിറുകളുണ്ട്, നമ്മളുടെ മുമ്പിലും അഭയാർത്ഥികളുണ്ട്. പക്ഷെ അവരുടെ മുമ്പിൽ തുറക്കേണ്ട വാതിലുകളെല്ലാം അടഞ്ഞു പോകുകയാണ്. അവരെ സ്വീകരിക്കേണ്ടവരെല്ലാം തള്ളിക്കളയുകയാണ്. അവരെ ചേർത്ത് പിടിക്കേണ്ടവരെല്ലാം അവരുടെ മുമ്പിൽ കണ്ണടയ്ക്കുകയാണ്. അതുകൊണ്ട് മുൻസാറുകൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. മദീനയുടെ മണ്ണ് ഇനിയും പുനർജീവിക്കേണ്ടതുണ്ട്. അവരെ സ്വീകരിക്കേണ്ടതുണ്ട്. അതുണ്ടാകും തീർച്ച. ചരിത്രം അങ്ങോട്ടാണ് പോകുന്നത്. അല്ലാഹു തആല അവിടെ എത്തിക്കുമാറാകട്ടെ. ഹിജ്റയുടെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും കൂടി ഹിജ്റ പോകുന്ന വേള, മക്കയിൽ നിന്ന് നബി തങ്ങൾ രക്ഷപ്പെട്ടു എന്ന് മക്കക്കാർ അറിയുന്ന വേള, ഖുറൈശികൾ അറിയുന്ന വേള, അവർ 100 ഒട്ടകത്തെ ഇനാം പ്രഖ്യാപിച്ചു. ആർക്കാണ്? മുഹമ്മദിനെ ജീവനോടെയോ മരിച്ചിട്ടോ ആരാണോ ഇവിടെ കൊണ്ടുവരുന്നത് അവന് 100 ഒട്ടകം നാം ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു. അബൂജഹലും കൂട്ടരും പ്രഖ്യാപിച്ചു. പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടി ഇറങ്ങി പുറപ്പെട്ടു. കൂട്ടത്തിൽ കുതിര സവാരിയിൽ നല്ല പരിചയമുള്ള സുറാഖത്തും പുറപ്പെട്ടു. സുറാഖത്ത് വഴിയിൽ വെച്ച് നബി തങ്ങളെ കാണുന്നുണ്ട്. സൗർ ഗുഹയിൽ നിന്ന് ഇറങ്ങി മദീനയിലേക്ക് പോകുന്ന വഴിയിൽ സുറാഖത്ത് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ദൂരെ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തെ കാണുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നുണ്ട്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങളോട് പറയുന്ന വാക്കുകൾ, നബിയെ, സുറാഖത്തിന്റെ ധീരത അറിയുമല്ലോ. നബിയെ, സുറാഖത്തിന്റെ കുതിരയുടെ വേഗത അറിയുമല്ലോ. പിടിക്കുമല്ലോ നബിയെ? ഇല്ല അബൂബക്കറെ, അവനെ തൊട്ട് അല്ലാഹ് നമ്മളെ സംരക്ഷിക്കുക തന്നെ. എന്നെ സമാധാനിക്ക്. സുറാഖത്ത് അടുത്തടുത്ത് വരികയാണ്. നബി തങ്ങളെ വെട്ടാൻ കുതിരയുടെ മുകളിൽ വാൾ ഊരുകയാണ് സുറാഖ. പക്ഷേ സുറാഖയുടെ കുതിര ഭൂമിയിലേക്ക് താഴ്ന്നു പോയി. മുന്നോട്ട് ചലിക്കാൻ കഴിയുന്നില്ല. വീണ്ടും സുറാഖ അടി കൊടുത്ത് നല്ല പ്രഹരമേൽപ്പിച്ചു കുതിരയ്ക്ക്. കുതിര എഴുന്നേൽക്കുന്ന അടിയുടെ ശക്തിയില് പക്ഷേ മുന്നോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ വീണ്ടും സുറാഖയുടെ കുതിര ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നു. കുതിരയുടെ കുളമ്പുകൾ മുന്നോട്ട് നീങ്ങുന്നില്ല, വീണ്ടും താഴ്ന്നു പോകുന്നു. നബി തങ്ങളുടെ തൊട്ടടുത്തെത്തി. അവസാനം നബി തങ്ങളെ തൊടാൻ കഴിയുന്നില്ല. കുതിര വീണ്ടും ഭൂമിയിലേക്ക് താഴ്ന്നു പോവുകയാണ്. ഈ സമയത്ത് സുറാഖയ്ക്ക് മനസ്സിലായി, മുഹമ്മദിന്റെ വാളിനാൽ ഞാനിപ്പോൾ കൊല്ലപ്പെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തി. കാരണം 100 ഒട്ടകത്തെ കൊതിച്ചു വന്നയാള് സുറാഖ. ആ സുറാഖയ്ക്ക് ഈ നബികൾക്ക് അറിയാം സുറാഖ കൊല്ലാൻ വന്നതാണെന്ന്. പകരം സുറാഖയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നബി തങ്ങൾ അവനെ വകവരുത്തുമെന്നറിയാം.
പക്ഷേ ആ സമയത്ത് സുറാഖ നബി തങ്ങളോട് മാപ്പിരക്കുന്നുണ്ട്. മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 100 ഒട്ടകത്തെ കൊതിച്ചിട്ടാണ് ഞാൻ നിന്നിലേക്ക് പാഞ്ഞെടുത്തത്. എനിക്ക് നിന്നോട് ശത്രുതയുമില്ല. നീ മദീനയിലേക്ക് പോകുന്ന വിവരമോ ഞാൻ നിന്നെ കണ്ട വിവരമോ ഞാൻ ഒരിക്കലും മക്കക്കാരെ അറിയിക്കില്ല. നീ എന്നെ ഒന്ന് വെറുതെ വിടുമോ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല്ലാമെന്ന സുറാഖ നബി തങ്ങളോട് ജീവന് വേണ്ടി കേണപേക്ഷിക്കാൻ തുടങ്ങി. നബി തങ്ങൾ വെറുതെ വിട്ടു. ആ സമയത്ത് സുറാഖയുടെ കൈ പിടിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, പ്രതീക്ഷയുടെ വാക്കാണ്. കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സുവാറൈ കിസ്റ. സുറാഖ, ഒരു നിമിഷം നിൽക്ക്, ഞാൻ നിന്നോട് ഒരു വാക്ക് പറയട്ടെ. ഇന്ന് മക്ക വിട്ടു പോവുകയാണ് ഞാൻ. ഇന്ന് എന്റെ കൂട്ടുകാരനോടൊപ്പം നിങ്ങളിൽ നിന്ന് ജീവൻ പേടിച്ച് ഞാൻ മദീനയിലേക്ക് പോവുകയാണ്. ഇന്ന് മക്കയിൽ എനിക്ക് നിലനിൽപ്പില്ല. ഇന്ന് ഇസ്ലാമിന് മക്കയിൽ അഡ്രസ് ഇല്ല. പക്ഷേ ഒരു നാള് വരും സുറാഖ, ഒരു നാള് വരും സുറാഖ. അന്ന് ലോകത്തെ ഏറ്റവും വലിയ പോലീസായ, ഏറ്റവും വലിയ രാജ്യമായ കിസ്റയുടെ വളകൾ നിന്റെ കയ്യിൽ ധരിക്കപ്പെടുന്ന ഒരു ദിവസം വരും സുറാഖ. നീ മുസ്ലിമായാൽ കിസ്റയുടെ വളകൾ നിന്റെ കയ്യിൽ ധരിക്കപ്പെടും. കിസ്റയുടെ കിരീടം നിന്റെ തലയിൽ വെക്കപ്പെടും. കിസ്റയുടെ അരപ്പട്ട നിനക്ക് ധരിക്കപ്പെടും. അങ്ങനെ ഒരു കാലം വരുന്നുണ്ട്. ആലോചിച്ചു നോക്കിയും. ഒന്നുമില്ലാത്തൊരു കാലത്ത് മുത്തുനബിയുടെ പ്രതീക്ഷയാണ്, പോസിറ്റീവ് എനർജി കിട്ടുന്ന വാക്കുകളാണ്. ഇന്ന് നബിതങ്ങളെ കൊല്ലാൻ 100 ഒട്ടം ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാലത്ത് നിന്ന് നബിതങ്ങൾ സ്വപ്നം കാണുന്നതാണ്. ഇല്ല, ഇസ്ലാമിന് വിജയമുണ്ടാകും. ആ വിജയത്തിലേക്കുള്ള യാത്രയിലാണ് ഞാനുള്ളത്. അത് എല്ലാ രാജ്യങ്ങളും ഇസ്ലാമിന്റെ കീഴിൽ വരും. അന്നത്തെ ലോക ചക്രവർത്തി പോലെ, ഇന്നത്തെ ലോക പോലീസ് നടിക്കുന്ന അമേരിക്ക പോലെയായിരുന്നു അന്നത്തെ കിസ്റ. ആ കിസ്റയുടെ വളകൾ മുസ്ലിമീങ്ങളുടെ കൈകൾ കിട്ടും. ആ കിസ്റയുടെ കൊട്ടാരത്തിലുള്ള മുത്തുകളും മാണിക്യങ്ങളും മക്കയിലെ തെരുവുകൾ മുസ്ലിം പിള്ളേർ തട്ടിക്കളിക്കുന്ന ഒരു കാലഘട്ടം വരും. അന്ന് കിസ്റ ധരിച്ചിരുന്ന കിരീടം മുസ്ലിമീങ്ങളുടെ മക്കൾ കളിപ്പാട്ടമാക്കുന്ന ഒരു കാലം വരും സുറാഖ. അത് ഇസ്ലാമിന്റെ പ്രതീക്ഷയുടെ കാലമാണ്. അത് ഞാൻ സ്വപ്നം കാണുന്ന കാലമാണ്. അതുകൊണ്ട് ഈ ഹിജ്റയിലൂടെ ഇസ്ലാം അവസാനിക്കുകയല്ല, ഇസ്ലാമിന്റെ പ്രബലോകത്ത് പരക്കാൻ പോവുകയാണ്. സുറാഖ പറയുന്നുണ്ട്, കാലമൊക്കെ കഴിഞ്ഞു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടമായി. ഈ സുറാഖ നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു, സഹാബിയായിട്ടുണ്ട്. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന് ശേഷം, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ലോകത്ത് ഇസ്ലാം വ്യാപിച്ചല്ലോ. ഇസ്ലാമിക രാഷ്ട്രം രൂപപ്പെടുന്നത് ഉമർ ഫാറൂഖ് എന്ന കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്ത് കിസ്റയുടെ കൊട്ടാരം ഇസ്ലാമിന്റെ മനോഹരമായ പ്രകാശം വന്നു. അഥവാ കിസ്റയും കൈസറും മുഴുകൊട്ടാരങ്ങളൊക്കെയും ഇസ്ലാം വിജയിച്ചടക്കി. ആ സമയത്ത് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്നെ മദീന എന്ന് പറയുന്ന പ്രദേശം കീഴടക്കിയിട്ട് ആ കിസ്റയുടെ വളകളും, ആ കിസ്റയുടെ കിരീടവും, ആ കിസ്റയുടെ അരപ്പട്ടയും കൊണ്ടുവന്ന് ഉമർ ഫാറൂഖിനെ ഏൽപ്പിച്ചു. നബിതങ്ങളുടെ ഈ വാക്ക് ഉമർ ഫാറൂഖ് കേട്ടിട്ടുണ്ട്. ഉടനെ സുറാഖയെ വിളിച്ചു വരുത്തിയിട്ട് കിസ്റയുടെ വളകൾ സുറാഖയ്ക്ക് ധരിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ അവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്. ഇതുപോലെ പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന ഫലസ്തീൻ ഒരു കാലത്ത് ഇൻഷാ അല്ലാഹ് അത് ഫലസ്തീൻകാരുടേതായി മാറും. നമ്മൾ കാണുന്ന ഗസ അത് മനോഹരമായി നാടായി മാറാൻ പോവുകയാണ്. ഇന്നാരുമില്ലാതെ അഭയാർത്ഥികളായി അലയുന്ന മക്കൾക്ക് ഇൻഷാ അല്ലാഹ് ഈ ഭൂമിയിൽ അല്ലാഹു തആല അധികാരം കൊടുക്കുന്ന കാലം വിദൂരമല്ല. ഖുർആൻ പറഞ്ഞല്ലോ, വനുരീദു അന്നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫൂ ഫിൽ അർള് വനജഅലഹും അഇമ്മ വനജഅലഹുൽ വാരിസീൻ. ഫറോവമാരുടെ കഥ പറഞ്ഞിട്ട്, ഹാമാനിന്റെയും നമ്രൂദിന്റെയും കഥ പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു, എല്ലാ ഫറോവമാർക്കും എല്ലാ കാലഘട്ടത്തിലും വാണരുളാൻ കഴിയുകയില്ല. എല്ലാ നദന്യാഹിബിനും എല്ലാ കാലഘട്ടത്തിലും ഭീകര താണ്ഡവമാടാൻ കഴിയില്ല. എല്ലാ ട്രംപിനും എല്ലാ കാലത്തും ലോക പോലീസായി കാബിട്ട് നിറഞ്ഞുകൊണ്ട് നിറഞ്ഞാടാൻ കഴിയുകയില്ല. ഒരു കാലം വരുന്നുണ്ട്, വനുരീദു അല്ല പറയുകയാണ്, നാം ഉദ്ദേശിക്കുന്നു, അന്നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫൂ ഫിൽ അർള്, ഭൂമിയിൽ ബലഹീനരായി കണ്ട്, ഭൂമിയിൽ അക്രമത്തിന്
ഫലസ്തീന് ഇരയാകുന്നവർ, ഭൂമിയിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകുന്നവർ, അവർക്ക് നാം അനുഗ്രഹം ചെയ്യും. വനജഅലഹും അഇമ്മ, ആ ക്രൂരതയ്ക്ക് വിധേയമാകുന്നവരെ നാം ഒരു കാലത്ത് രാജാക്കന്മാരാക്കും, അവരെ ഭരണാധികാരികളാക്കും. വനജഅലഹുൽ വാരിസീൻ, അവരെ നാം അനന്തരാവകാശികളാകും. ലോകം അവർക്ക് വേണ്ടിയുള്ളതാകും, രാജ്യങ്ങൾ അവർക്ക് വേണ്ടിയുള്ളതാകും. അവരുടെ മുമ്പിൽ മറ്റുള്ളവർ ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു കാലം അത് വിദൂരത്തല്ല, അത് ഫലസ്തീനിലെ മക്കൾക്ക് വരാനിരിക്കുകയാണ്. അതിന്റെ ചില ശുഭസൂചകങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. UN പാസാക്കിയ പല പ്രമേയങ്ങളും അതാണ്. ആ ഫലസ്തീൻ രാജ്യത്തെ അനുകൂലിച്ചുകൊണ്ട് 142 രാജ്യങ്ങൾ വോട്ട് ചെയ്തതിന്റെ ശുഭലക്ഷണമാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് അതേ ബ്രിട്ടീഷുകാരാണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ സൃഷ്ടിച്ചതെങ്കിൽ ആ ബ്രിട്ടീഷുകാർ തന്നെ, ആ ബ്രിട്ടൻ തന്നെ ഇന്ന് ഫലസ്തീൻ രാജ്യത്തിനെ പ്രഖ്യാപിക്കുമ്പോൾ, അനുകൂലമാകുമ്പോൾ, അതുപോലെയുള്ള പല രാജ്യങ്ങളും ഫലസ്തീനിനെ അനുകൂലിക്കുമ്പോൾ അതൊരു ശുഭലക്ഷണമാണ്. നാളെയുടെ പ്രഭാതം അതുപോലെ ഫലസ്തീനികൾക്കുള്ളതാണ്. നാളെയുടെ പ്രഭാതം ഗസയുടെ മക്കളുടെ വിജയത്തിന്റെ തക്ബീർ കേൾക്കാനുള്ള പ്രഭാതമാണ്. ആ പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം, ആ പ്രതീക്ഷയോടെ നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. അത് കാണാൻ നമ്മുടെ ജീവിതകാലത്ത് തന്നെ വിദൂരമല്ലാത്തൊരു ഭാവിയിൽ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീൻ മക്കളുടെ വിജയം അല്ലാഹു തആല അന്തിമ വിജയമായി നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ. ആ ഇസ്രായേലിന്റെ ജൂതരുടെ എല്ലാ ഭീകര താണ്ഡവത്തിനും അല്ലാഹു അവസാനം കുറിക്കുമാറാകട്ടെ.